ഓം ശ്രീ മഹാഗണപതയേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നമ്മൾ ജാതകത്തിൻ്റെ ബാലപാഠങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കറിയുന്ന കാര്യങ്ങൾ ലഘുവായിട്ട് പറഞ്ഞു തരാൻ ശ്രമിക്കുകയാണ് ഞാൻ. ഇന്നലെ നമ്മൾ സൂര്യരാശികളെ പറ്റിയാണ് സംസാരിച്ചത്. സൂര്യരാശികൾ എന്ന് പറഞ്ഞാൽ മലയാള മാസത്തിലെടുത്താൽ മേടം, ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, ഇവയൊക്കെ തന്നെയാണ് സൂര്യരാശികൾ. സൂര്യൻ നിൽക്കുന്ന രാശി. അപ്പോൾ ഒരു മാസത്തിൽ, അതായത് പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞ് ഇനിയും തിരിച്ച് പറഞ്ഞുകൊണ്ട് ആവർത്തന വിരസതയായിരിക്കും. ഭൂമി സ്ഥിരമായും സൂര്യൻ ചുറ്റുന്നതായിട്ടാണ് സങ്കല്പം. അപ്പോൾ സൂര്യൻ വന്നിട്ട് ഭൂമി സൂര്യനെ ചുറ്റാൻ ഒരു വർഷം എടുക്കുമെന്ന് പറഞ്ഞല്ലോ, 12 മാസം. അത് തന്നെയാണ് സൂര്യൻ വന്നിട്ട് 12 ഭൂമിയെ ചുറ്റുന്നതായിട്ട് സങ്കല്പിച്ചിട്ട് 12 മാസത്തിൽ സൂര്യൻ ഓരോ രാശിയിലേക്ക് മാറി മാറി വരുന്നതായിട്ട് നമുക്ക് കണക്കാക്കണം. അപ്പോൾ ഇപ്പോൾ മേടമാസമല്ലേ, ഇപ്പോൾ മേടമാസമാണെങ്കിൽ മേടരാശിയിലാണ് സൂര്യൻ നിൽക്കുന്നത്. അടുത്ത ഒരു 30 ദിവസം കഴിഞ്ഞാൽ അത് ഇടവരാശിയിലേക്ക് മാറും. 30 ദിവസം കഴിഞ്ഞാൽ മിഥുന രാശിയിലേക്ക്, 30 ദിവസം കഴിഞ്ഞാൽ കർക്കിടക രാശിയിലേക്ക്, 30 ദിവസം കഴിഞ്ഞാൽ ചിങ്ങരാശിയിലേക്ക്, 30 ദിവസം കഴിഞ്ഞാൽ കന്നിരാശിയിലേക്ക്, 30-31 ദിവസം കഴിഞ്ഞാൽ തുലാരാശിയിലേക്ക്, 30-31 ദിവസം കഴിഞ്ഞാൽ വൃശ്ചിക രാശിയിലേക്ക്, 30-31 ദിവസം കഴിഞ്ഞാൽ ധനുരാശിയിലേക്ക്, 30-31 ദിവസം കഴിഞ്ഞാൽ മകരരാശിയിലേക്ക്, 30-31 വർഷം കഴിഞ്ഞാൽ കുംഭരാശിയിലേക്ക്, 30-31 വർഷം കഴിഞ്ഞാൽ ധനുരാശിയിലേക്ക്. ഇങ്ങനെ 360 ഡിഗ്രി ഈ വട്ടം, ഈ സർക്കിൾ, ഈ വൃത്തത്തിന് 360 ഡിഗ്രിയുള്ള വൃത്തത്തിന് 12 മാസം കൊണ്ട് ചുറ്റിക്കറങ്ങുകയാണ്. അപ്പോൾ ഇതിൽ 360 ഡിഗ്രി നമ്മൾ പറഞ്ഞു, ആകാശത്തിലെ ഒരു വലിയ വൃത്തം 360 ഡിഗ്രി, ഇതിലെ 12 അംശമാക്കി നമ്മൾ പറഞ്ഞു. അതാണ് 12 മാസം. അപ്പോൾ ഒരു അംശത്തിൽ എത്ര ഡിഗ്രി ഉണ്ടാവും? 30 ഡിഗ്രി ഉണ്ടാവും. അപ്പോൾ ഒരു ദിവസത്തിൽ 30, ഒരു മാസത്തിൽ 30 ഡിഗ്രി. അപ്പോൾ സൂര്യൻ എന്ത് ചെയ്യുന്നു? മേടമാസത്തിൽ ആദ്യം, അപ്പോൾ സൂര്യൻ ആദ്യം വന്നിട്ട് മേടമാസത്തിൽ 1-ാം തീയതി 1 ഡിഗ്രിയിൽ നിൽക്കും, 2-ാം തീയതി 2-ാമത്തെ ഡിഗ്രിയിലെത്തും, 3-ാം തീയതി 3-ാമത്തെ ഡിഗ്രിയിലെത്തും, 4-ാം തീയതി 4-ാമത്തെ ഡിഗ്രിയിൽ, 5-ാം തീയതി 5-ാമത്തേൽ, 10-ാം തീയതി 10-ാമത്തെ ഡിഗ്രിയിൽ, 20-ാം തീയതി 20-ാമത്തെ ഡിഗ്രിയിൽ, 28-ാമത്തെ ദിവസം 28-ാമത്തെ ഡിഗ്രിയിൽ, 30-ാമത്തെ ദിവസം 30-ാമത്തെ ഡിഗ്രിയിൽ എത്തണം. ഇനിയും സൂര്യൻ ചലിക്കുന്നില്ല, അത് വഴക്ക് പറയരുത്. സൂര്യൻ ചലിക്കുന്നില്ല, പക്ഷേ ഭൂമിയാണ് ചലിക്കുന്നത്. പക്ഷേ നമ്മൾ സങ്കല്പിക്കുന്നത് ഭൂമിക്ക് പകരം സൂര്യൻ ചലിക്കുന്നതായിട്ട് സങ്കല്പിക്കണം. അപ്പോൾ 30-ാമത്തെ ദിവസം ആകുമ്പോൾ സൂര്യൻ വന്നിട്ട് മേടമാശിയിൽ 30-ാമത്തെ ഡിഗ്രിയിലെത്തും. അടുത്തത് ഇടവരാശിയിലേക്ക് കയറും. ഇടവരാശിയിലേക്ക് 1-ാമത്തെ ഡിഗ്രിയിലെത്തും. അപ്പോൾ സൂര്യൻ എന്ത് ചെയ്യുന്നു? രാവിലെ ഉദിച്ചു ഉയർന്നപ്പോൾ മേടമാസത്തിൽ മേടരാശിയിലാണ് സൂര്യൻ ഉദിച്ചു ഉയരുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് വിഷു ദിവസം സൂര്യൻ ഉദിച്ചു ഉയർന്നത് മേടരാശിയിലാണ്. മേടരാശിയിൽ സൂര്യൻ ഉദിച്ചു ഉയർന്നു. ഒരു ദിവസം അങ്ങനെ ഇരുന്നു. അടുത്ത ദിവസം അടുത്ത രാശിയിലേക്ക് പോയി. അടുത്ത ദിവസം 2-ാമത്തെ ഡിഗ്രിയിലേക്ക് പോയി. അപ്പോൾ 1 ഡിഗ്രി കടക്കാനായിട്ട് സൂര്യൻ സാധാരണഗതിയിൽ 12, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇത് ഇങ്ങനെയും നമുക്ക് സങ്കല്പിക്കാം. 1 ഡിഗ്രി കടക്കുന്നു, 2-ാമത്തെ ദിവസം 2-ാമത്തെ ഡിഗ്രി, 3-ാമത്തെ ദിവസം 3-ാമത്തെ ഡിഗ്രി, 30-ാമത്തെ ദിവസം 30-ാമത്തെ ഡിഗ്രി, അങ്ങനെ ഒരു മാസം കഴിഞ്ഞാൽ അടുത്ത ഇടവ മാസത്തിലേക്ക് പോകുന്നു. ശരി, നമ്മൾ ഇനി ഭൂമിക്ക് വേറൊരു സ്വഭാവം കൂടെ ഉണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, ഭൂമി തന്നെത്താനെയും കൂടി കറങ്ങുന്നുണ്ട്. ഭൂമി സ്വമേധയാ തന്നെത്താനെയും കൂടി ഭൂമി കറങ്ങുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഭൂമി ഈ 12 രാശികളെയും കാണുന്നുണ്ട്, അല്ലേ? ഭൂമി തന്നെത്താനെ കറക്കുമ്പോൾ ഭൂമി എന്ന് പറഞ്ഞാൽ സൂര്യൻ എന്ന് പറയണം. അപ്പോൾ സൂര്യൻ വന്നിട്ട് ഭൂമി തന്നെത്താനെ കറങ്ങുന്നതുകൊണ്ട് ഭൂമി 12 രാശികളിൽ കൂടി ഒരു ദിവസം കടന്നു പോകുന്നുണ്ട്. സൂര്യനെ ചുറ്റാൻ ഒരു വർഷം എടുക്കുന്നു എന്ന് പറയുന്നത് പോലെ, അത് നമ്മളിപ്പോൾ സൂര്യൻ ഭൂമിയെ ചുറ്റാൻ ഒരു വർഷം എടുക്കുന്നു എന്ന് സങ്കല്പിച്ചിട്ട് ഓരോ മാസവും 30 ഡിഗ്രി വീതം ചുറ്റിക്കറങ്ങിയിട്ട് ഒരു 12 മാസത്തിൽ 360 ഡിഗ്രി ചുറ്റിക്കറങ്ങുന്നു എന്ന് സങ്കല്പിച്ചിട്ട് ഓരോ ദിവസം ഓരോ ഡിഗ്രി വീതം കടക്കുന്നു എന്ന് നമുക്ക് സങ്കല്പിക്കണം. അതാണ് സൂര്യൻ ഭൂമിയെ ചുറ്റുന്ന സമയം. അതേ സമയത്ത് ഭൂമി തന്നെത്താനെയും കൂടെ ചുറ്റുന്നുള്ളത് കൊണ്ട്, അതായത് സൂര്യൻ വന്നിട്ട് എല്ലാ രാശിയെയും ഒരു ദിവസം നോക്കുന്നുണ്ട്. ഭൂമി ചുറ്റുന്നു എന്ന് പറഞ്ഞാൽ സൂര്യൻ ചുറ്റുന്നു എന്ന് വിചാരിക്കാം. തന്നെത്താനെയും കൂടെ ചുറ്റുന്നത് കൊണ്ട് എല്ലാ രാശിയെയും സൂര്യൻ ഒരു ദിവസം കാണുന്നുണ്ട്.
അപ്പോൾ എന്നിട്ട് 12 രാശിയെ കാണുന്നത് പറയുമ്പോൾ 2 മണിക്കൂർ സൂര്യൻ ഒരു രാശിയെ കണ്ടുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 2 മണിക്കൂറിൽ സൂര്യൻ ഒരു രാശിയിൽ കൂടി അങ്ങ് കടന്നു പോവുകയാണ്. തന്നെത്താനെ കറങ്ങുന്നതുകൊണ്ട്, മറ്റേ ചുറ്റിക്കറങ്ങുന്നത് വേറെ, ഈ തന്നെത്താനെ കറങ്ങുന്നത് കൊണ്ട് ഒരു ദിവസം 2 മണിക്കൂർ ഒരു രാശിയിൽ കൂടെ അങ്ങ് കടന്നു പോകും സൂര്യൻ. ഇതിനെയാണ് നമ്മൾ ലഗ്നം എന്ന് പറയുന്നത്. ഇതിനെയാണ് ലഗ്നം. സൂര്യൻ ഭൂമി തന്നെത്താനെ കറങ്ങുന്നു, അതുതന്നെ ഭൂമി തന്നെത്താനെ കറങ്ങുന്നു എന്ന് വിചാരിക്കണം. എന്നിട്ട് ഭൂമി 12 രാശിയിലും ഒരു ദിവസം തന്നെത്താനെ കറങ്ങി പോകുന്നുണ്ട്. ഒരു തന്നെത്താനെ കറങ്ങുന്നുണ്ട്, 12 രാശിയും ഭൂമി വീക്ഷിക്കുന്നുണ്ട്, അതായത് സൂര്യൻ വീക്ഷിക്കുന്നുണ്ടെന്ന് നമ്മൾ സങ്കല്പിക്കണം. അപ്പോൾ ഒരു രാശിയിൽ 24 മണിക്കൂർ കൊണ്ട് തന്നെത്താനെ ഒരു ചുറ്റുന്നത് കൊണ്ട് 24 മണിക്കൂർ കൊണ്ട് എല്ലാ രാശിയിലും കടന്നു പോവുകയാണ് സൂര്യൻ. ഇതിനെയാണ് നമ്മൾ ലഗ്നം. അപ്പോൾ ഒരു ദിവസം 24 മണിക്കൂറുണ്ട്. അപ്പോൾ 12 രാശികളാണല്ലോ ഉള്ളത്, അപ്പോൾ സൂര്യരാശികളാണല്ലോ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് 2 മണിക്കൂർ ഒരു രാശിയിൽ കൂടി കടന്നു പോകാനായിട്ട് എടുക്കും. അപ്പോൾ അങ്ങനെ 24 മണിക്കൂർ കൊണ്ട് 12 രാശിയും കടക്കും. സൂര്യൻ ഒരു രാശിയെ കടക്കുന്നതിനെയാണ് ലഗ്നം എന്ന് പറയുന്നത്. ഒരു ദിവസം സൂര്യൻ ഒരു രാശിയെ കടക്കുന്നതിന് ലഗ്നം എന്ന് പറയും. സൂര്യൻ ഒരു രാശിയെ കിടക്കുന്ന 1 മാസം എടുക്കുന്നു, അത് ചുറ്റുന്നതുകൊണ്ട്. ഭൂമി സൂര്യനെ ചുറ്റുന്നു എന്ന് പറയുന്നില്ലേ, അത് കംപ്ലീറ്റ് ആയിട്ട് സർക്കിൾ ചെയ്യുന്നതുകൊണ്ടാണ് 1 മാസം. പക്ഷെ തന്നെത്താനെയും കൂടെ ചുറ്റുന്നത് കൊണ്ട് സൂര്യൻ ഭൂമി എല്ലാ രാശിയിലും ഈ 2 മണിക്കൂർ നിന്ന് പോകുന്നുണ്ട്. ഇതിനെയാണ് ഈ 2 മണിക്കൂർ ഈ രാശിയെ കണ്ടുകൊണ്ട് പോവുകയാണ്. ഇതിനെയാണ് നമ്മൾ ലഗ്നം എന്ന് പറയുന്നത്. അപ്പോൾ ലഗ്നം എന്താണ്